Good morning, dears. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഭാഗം പാർട്ട് 5 ആണ്. അതിൽ എത്തിക്സ് ഇൻ റീറ്റെയിലിംഗ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് റീറ്റെയിലിംഗിന് ബിഹേവിയർ കൺസ്യൂമർ എങ്ങനെയാണ് അത് അക്സെപ്റ്റ് ചെയ്യുന്നത്, ദെൻ ബിസിനസ് എത്തിക്സ്, ദെൻ മാനേജിങ് എത്തിക്സ്. എത്തിക്സിൽ ഉണ്ടാവുന്ന ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ, ഇന്റർനാഷണൽ ലീഡേഴ്സ്, മാനേജേഴ്സ് ആൻഡ് കസ്റ്റംസ്, കുറേ കാര്യങ്ങൾ. റീറ്റെയിൽ സെനാരിയോ, കൺസ്യൂമർ ഫോം, സ്റ്റോർ മാനേജ്മെന്റ്, ലീഗൽ എൻവയോൺമെന്റ്, ടെക്നോളജി, റീറ്റെയിൽ, കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4. ദിസ് ഈസ് പാർട്ട് 5. അപ്പോൾ പാർട്ട് 5ലാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് എത്തിക്സ് ഇൻ റീറ്റെയിലിംഗ് ആൻഡ് ബിസിനസ് എത്തിക്സ്, മാനേജിങ് എത്തിക്സ്, എക്സ്റ്റേണൽ കസ്റ്റമേഴ്സ് ആൻഡ് ഇന്റർനാഷണൽ brand, then leaders, managers, then career in technology, retail management and technology, then rural retailing, technology in retail, rural retailing and technology in retailing, legal environment. Okay, next sourcing, merchandising, then formal retailing, consumer retailing, retail scenario. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പാർട്ട് 1 മുതൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇതിൽ ഇനി നമുക്ക് പഠിക്കാം ബിസിനസ് എത്തിക്സിനെ പറ്റി. നമ്മൾ ക്ലാസ് തുടങ്ങുന്നത് നമ്മളെ പാർട്ട് 1ൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് എത്തിക്സ്, ബിസിനസ് എത്തിക്സ്. അതായത് ഒരു എത്തിക്സ് കീപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ബിസിനസ് മുന്നോട്ട് പോകാൻ പറ്റൂ. കാരണം കൺസ്യൂമറിനെയും, അതായത് സെയിൽസ്മാനും കൺസ്യൂമറും തമ്മിൽ എന്ത് വേണം, ഒരു ഇൻട്രാക്ഷൻ. എന്ത് ഇൻട്രാക്ഷൻ? ഗുഡ് ആയിരിക്കണം, ബാഡ് ആവാൻ പാടില്ല. അവിടെ ഒരു എത്തിക്സ് ഉണ്ട്. അതായത് താൻ വാങ്ങുന്ന സാധനം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നും ക്വാളിറ്റി ഉള്ളതാണെന്നും പെട്ടെന്ന് എന്താവത്തില്ല, അവർക്ക് എക്സ്പ്ലോയിറ്റേഷൻ ചെയ്യാത്ത രീതിയിൽ അത്ര വിശ്വാസം വേണം അല്ലേ. അവിടെ ഒക്കെ കൂടി ഉൾക്കൊള്ളുന്നതാണ് എത്തിക്സ് എന്ന് പറയുന്നത്. മാനേജിങ് എത്തിക്സ്, ആ എത്തിക്സ് എന്ത് ചെയ്യണം, നമ്മൾ മാനേജ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം. എങ്കിലേ നമ്മുടെ ബിസിനസ് എന്താവും, ഗ്രോത്ത് ആവും. പെട്ടെന്ന് നമ്മൾ ചെയ്യുന്ന ഒരു സെയിൽസിലുള്ള പ്രൊഡക്റ്റിന് എന്തെങ്കിലും ഡിസ്ക്വാളിറ്റി, അതായത് എന്തെങ്കിലും ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങളാണ് അത് ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ഉപഭോക്താവ് കൺസ്യൂമേഴ്സിന് പെട്ടെന്ന് എന്ത് ചെയ്യും, അവരെ ഇത് ശരിയല്ല, താങ്കൾ ഇത് തിരിച്ചെടുത്തോളൂ, ഇതെന്താണ് ഇങ്ങനെ, അങ്ങനെ ആ ഉൽപ്പന്നത്തെ, ആ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് എന്തെങ്കിലും നല്ല അഭിപ്രായം അല്ലെങ്കിൽ അത് പെട്ടെന്ന് സൊസൈറ്റിയിൽ എന്ത് ചെയ്യും, സ്പ്രെഡ് ചെയ്യും. അത് ആ ഒരു കമ്പനി, അല്ലെങ്കിൽ ഒരു കമ്പനിയാണല്ലോ അത് പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നത്, കമ്പനിക്കും എന്താണ് അത് ബുദ്ധിമുട്ടാണ്. കമ്പനിന്റെ ആ എന്താ പറയാ അഭിമാനത്തെ ബാധിക്കും. കൂടാതെ ആ ഒരു പ്രൊഡക്റ്റ് പിന്നീട് വിപണിയിൽ വിറ്റഴിയാനും കുറച്ച് ബുദ്ധിമുട്ടാവും. അങ്ങനെ പിന്നെ കുറേ പ്രശ്നങ്ങളാണ്. ചങ്ങല ഓരോ റിലേറ്റഡ് ഓരോ പ്രശ്നങ്ങളാണ് വരില്ല എത്തിക്സ് മറന്ന് കളിച്ചാൽ, എത്തിക്സ് ഇല്ലാതെ. അപ്പോൾ നമുക്ക്, അതായത് കൺസ്യൂമറും സെയിൽസ്മാനും തമ്മിലൊരു എത്തിക്സ് വേണം. ഇന്ററാക്ഷൻ, ബ്രാൻഡ് ആൻഡ് ലീഡേഴ്സ് മാനേജ്. അപ്പോൾ ഇതൊക്കെ നിയന്ത്രിക്കുന്ന ലീഡേഴ്സ് ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ബയർ ആൻഡ് കൺസ്യൂമർ. എന്ത് ഡിസ്റ്റൻസ് ആണ്? Distinction between buyer and seller. After having understanding about the importance of knowing consumer behavior, it is necessary to clear to who is buyer and who is consumer. ആരാണ് വ്യക്തമായി അറിയണം. ഒരു ഈ വിൽക്കുന്നത് എന്താണ്, വാങ്ങുന്ന ആൾക്ക് ബോധം, അതായത് ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം, ഞാൻ എന്താണ് വാങ്ങുന്നത്. അത് കൊടുക്കുന്ന സെയിൽസ്മാൻ വേണോ ഒരു എന്താ പറയാ, താൻ വിൽക്കുന്ന സാധനത്തെ പറ്റി അറിയണം, എന്താ അതിന്റെ ക്വാളിറ്റി ബേസ്ഡ് അറിയണം, വില അറിയണം, എത്രത്തോളം ഉപയോഗിക്കാൻ പറ്റുമെന്ന് അറിയണം, ഗ്യാരണ്ടി. അതിനെപ്പറ്റി പഠിച്ച ആ ഒരു കൺസ്യൂമറെ തന്നെ പ്രൊഡക്റ്റ് വിൽക്കുള്ളൂ. അതായത് വാങ്ങുന്ന ആള് വിറ്റു, അവരുടെ ക്ലോസ് ചെയ്തു. അത് ക്ലോസ് ആയെങ്കിൽ പിന്നെ വാങ്ങുന്ന ആളാണ് നെക്സ്റ്റ് നോക്കുക. വാങ്ങുന്ന ആൾക്ക് സംതൃപ്തി കിട്ടണം, നല്ല ക്വാളിറ്റി ഉണ്ട് എന്ന് തോന്നണം, മറ്റുള്ളവരോട് പറയുമ്പോൾ കുറച്ചും കൂടി ഇത് ഉപയോഗിച്ചോളൂ, യൂസ് ചെയ്യുന്നത് നല്ലതാണെന്ന് പറയണം. അങ്ങനെ സ്പ്രെഡ് ചെയ്തു. അപ്പോൾ അവിടെ ഒരു എന്ത് വർക്ക് ചെയ്യുന്നു എന്നാ പറയുന്നത്, ഒരു ഇന്ററാക്ഷൻ വർക്ക് ചെയ്യുന്നു. ഓക്കെ, ദ പേഴ്സൺ ഹു മേക്സ് ദ ആക്ച്വൽ പർച്ചേസ് ഓഫ് എ പ്രോഡക്റ്റ്. ഒരു പേഴ്സൺ യഥാർത്ഥത്തിൽ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, purchases a product or service is called buyer and person. It is called the buyer, and the who consumers is users product or service called consumer. അല്ലേ, നമ്മൾ വാങ്ങുന്ന ആളെ കൺസ്യൂമർ എന്നും വിൽക്കുന്ന ആളെ സെയിൽസ്മാൻ എന്നും പറയുന്നു. After the one person purchases a product is not the person who actually uses a product. A mother buys toys and clothes for consumption by her children. The mother is the buyer and the actual consumer are the children. Okay,
ഇവിടെ പറയുന്നത് ചെറിയൊരു എന്താ പറയുക ചെറിയൊരു വ്യത്യാസമല്ല. അതായത് കൺസ്യൂമർ രണ്ട് തരത്തിൽ വരുന്നുണ്ട്. എങ്ങനെയാണ്? കുട്ടികൾക്ക് വേണ്ടി ഡ്രസ്സ് ആർക്കാണ് വേണ്ടത്? കുട്ടികൾക്കാണ് ഡ്രസ്സ് വേണ്ടത്. വാങ്ങുന്നത് അവരെ മദർ ആയിരിക്കും. അപ്പൊ ശരിക്കുള്ള ഉപഭോക്താവ് കുട്ടികളാണ്, വാങ്ങുന്നത് അമ്മയാണ്. അപ്പൊ രണ്ട് കൺസ്യൂമർ വരുന്നുണ്ടല്ലോ എന്നാണ് പറയുന്നത്. ഓക്കെ, അത് കറക്റ്റ് ഒരു എക്സാമ്പിൾ. അപ്പൊ എക്സാമ്പിൾ നിങ്ങൾ ശ്രദ്ധിക്കുക. എ മദർ ബൈസ്, BUYS, അതായത് വാങ്ങുന്നു. ദ മദർ ബൈസ് ടോയ്സ് ആൻഡ് ക്ലോത്ത്സ് ഫോർ കൺസപ്ഷൻ, അതായത് എന്തിന് വാങ്ങുന്നു? ബൈ ഹെർ യങ് ചിൽഡ്രൻ, ആ കുട്ടികൾക്ക് വേണ്ടി വാങ്ങുന്നു. ദ മദർ ഈസ് ദ ബയർ, വാങ്ങുന്ന ആൾ ആരാണ്? മദർ. ബട്ട് ദ ആക്ച്വൽ കസ്റ്റമേഴ്സ് ആർ ദ ചിൽഡ്രൻ, പക്ഷെ ആക്ച്വലി ഇത് ഉപയോഗിക്കുന്നത് ആരാ? ചിൽഡ്രൻ ആണ്. അപ്പൊ ചിൽഡ്രനും കൺസ്യൂമർ ആണ്. The mother is the buyer but the actual consumer of the children. A car is purchased by the husband or the wife but it's used by the members of the family. കണ്ടോ? നെക്സ്റ്റ് ഒരു കാർ, നേരത്തെ ഡ്രസ്സാണ്, ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ ഒരു കാറാണ്. ഒരു കാർ വാങ്ങുന്നത് ഒരു പാരൻസ് ആണ്, ആൻഡ് മദർ ആൻഡ് ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് വാങ്ങുന്നതെങ്കിൽ ആ കാർ യൂസ് ചെയ്യുന്നത് ആ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലിയാണ്. ആ ഫാമിലിയിലെ മെമ്പേഴ്സ് മുഴുവനും ആ കാർ ഉപയോഗിക്കുന്നു. ആൻഡ് thus in the family context you may be either have a situation where the buyer is the besides buyer and consumer. ബയർ തന്നെയാണ് ആര്? കൺസ്യൂമർ. ബയർ, BUYER, ബയർ, വാങ്ങുന്ന ആൾ. അപ്പൊ അത് വേറെ തന്നെ ചോദിക്കും. ബയറും കൺസ്യൂമറും തമ്മിൽ റിലേറ്റഡ് ആണോ എന്ന് ചോദിക്കുമ്പോൾ ആൻസർ ചെയ്യേണ്ടതും അത് എക്സാമ്പിൾ വെച്ച് ആൻസർ ചെയ്യുമ്പോഴാണ് ആ ആൻസർ കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ, എനി പേഴ്സൺ ഇൻ ദ ഫാമിലി ഓർ ഈവൻ ഫോർ ഔട്ട്സൈഡ് ദ ഇൻഫ്ലുവൻസ് ഓർ ഡയറക്ടർ ഓർ ഇനിഷ്യേറ്റർ എ പേഴ്സൺ ഹു ഫസ്റ്റ് സജസ്റ്റ് ഫോർ ഗെറ്റ് the idea of buying the particular product or service. Okay, അപ്പോൾ ഇങ്ങനത്തെ ഓരോ പെർട്ടിക്കുലർ എന്തെങ്കിലും പ്രത്യേക സ്പെഷ്യാലിറ്റി ഉള്ള എന്തെങ്കിലും പ്രോഡക്റ്റ്, കാറാണ് ഇവിടെ കൊടുത്തത്, കാറും ഡ്രസ്സും ആണ് എക്സാമ്പിൾ കൊടുത്തത്. അപ്പോൾ അത് അങ്ങനെയും എന്താണെന്നാ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ദ ക്വസ്റ്റ്യൻ ദാറ്റ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ റീറ്റെയിൽ കൺസ്യൂമർ ബിഹേവിയർ. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ദ റീറ്റെയിൽ കൺസ്യൂമർ ബിഹേവിയർ. എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ റീറ്റെയിൽ കൺസ്യൂമർ ബിഹേവിയറിനെ ബാധിക്കുന്ന ഫാക്ടേഴ്സ്? അത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ ഭാഗമാണ്. നമുക്കറിയാം സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, സോഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ട്, കൾച്ചറൽ ഫാക്ടേഴ്സ് ഉണ്ട്. There are 3 factors related in consumer behavior, that is social factors, cultural factors and psychological factors. Okay, അതിൽ കൾച്ചറൽ ഫാക്ടേഴ്സ് കൾച്ചറും സോഷ്യൽ ക്ലാസും, then personal factors ഏജും ഇൻകം occupation and lifestyle, and the economic factors is personal income, family income, income expectation and consumer credit card, credit and liquid assets and savings. Okay, and social factors of family preferences and roles and status. Psychological status is motivation, perception and learning and attitude of beliefs. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ ഭാഗങ്ങളാണ്. ജസ്റ്റ് ശ്രദ്ധിക്കുക, ദാറ്റ് ഈസ് ദ ഫാക്ടേഴ്സ് ഓഫ് കൺസ്യൂമർ സോഷ്യൽ ബിഹേവിയർ. ഓക്കെ, അപ്പോൾ നിങ്ങളത് എഴുതാതെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് നമ്മൾ ഇന്നലെ വായിച്ചതാണ്. നെക്സ്റ്റ് നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യുന്ന ഭാഗം കൾച്ചറൽ ഫാക്ടേഴ്സ് എന്താണ്? റീറ്റെയിൽ കൾച്ചറൽ ഫാക്ടേഴ്സിൽ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇസ് കൾച്ചർ. എന്താണ് കൾച്ചർ? സംസ്കാരം. എല്ലാവർക്കും എന്ത് വേണം? കൾച്ചർ വേണം. കൾച്ചർ ഇല്ലാത്ത പെരുമാറ്റമായി പോയി, കൾച്ചർലെസ് ബിഹേവിയർ ആണെന്നൊക്കെ നമ്മൾ പറയും. ഒരു വ്യക്തിയുടെ എന്ത് വേണം? ഒരു വ്യക്തിക്ക് എന്ത് വേണം? സംസ്കാരം വേണം. ദ സ്റ്റഡി ഓഫ് കൾച്ചർ encompass all aspects of society related religion and knowledge language. അതിലെല്ലാം കൾച്ചർ ഉണ്ടാവും. ഓക്കെ, എക്സാമ്പിൾ നമ്മൾ പറയാം, ഇപ്പോൾ കടപ്പുറത്ത് താമസിക്കുന്ന ആളുകൾ, കടപ്പുറത്ത്, കടലിന്റെ മക്കൾ നമ്മൾ പറയും. കടൽക്കരയിൽ അല്ലെങ്കിൽ കടപ്പുറംകാർ നമ്മൾ പറയും. കടപ്പുറത്ത് താമസിക്കുന്ന എന്താ പറയുക, മീൻ വിൽക്കുന്ന ആ ഒരു കാറ്റഗറി ഉണ്ടല്ലോ, അവരെ ഒരു സംസ്കാരം വേറെ തന്നെയാണ്. കാരണം അവർ സംസാരിക്കുന്നതും അവരെ ഭാഷയും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അവർ ആരാണ്, കടപ്പുറത്ത് താമസിക്കുന്നതെന്ന് പെട്ടെന്ന് മനസ്സിലാവും. അവർക്കൊരു കൾച്ചർ വേറെ തന്നെയാണ്. അതുപോലെ കലം വിൽക്കുന്ന ആൾക്കാർ, നമ്മൾ വേറെ ഓരോ പേരുകളോ കാറ്റഗറി ഉണ്ടല്ലോ നമുക്കിവിടെ. ആ കലം വിൽക്കുന്ന ആൾക്കാരുടെ സംസ്കാരം വേറൊരു സംസാരമാണ്, വേറൊരു ഭാഷയാണ് അവർക്ക്. മലയാളം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ വേറൊരു ഭാഷ, തെലുങ്കും അല്ല ഹിന്ദിയും അല്ല, ജസ്റ്റ് കേരളത്തിൽ അങ്ങനെ അധികം ആർക്കും അറിയാത്തൊരു സെക്ഷനാണ് അത്. ആ ഒരു ലാംഗ്വേജ് ചിലപ്പോൾ കേട്ടത് ഒരു പക്ഷേ മിസ്സിൻ്റെ ആ ഭാഗത്തുള്ള ഏരിയയിലുള്ള ആൾക്കാരായിരിക്കും. പുറത്തേക്ക് വരെ അങ്ങനെ വേറെ ജില്ലകളിലേക്ക് ഇവർ അങ്ങനെ പോയിട്ടുണ്ടോ, ഇനി വേറെ ജില്ലക്കാർക്ക് അറിയുമോയെന്ന് അറിയില്ല. പ്രത്യേക ഒരു ഭാഷയാണ്. ആ ഭാഷ കേൾക്കുമ്പോൾ ബസ്സിൽ നിന്നൊക്കെ ഇവർ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ അത്ഭുതപ്പെട്ടു പോകും. അതൊരു കൾച്ചറാണ്. യെസ്, അത് അവർ സെല്ലിങ്, അതായത് അവിടെ കൺസ്യൂമറിനെയും അത് വാങ്ങുന്ന അവരുടെ കലം വാങ്ങുന്ന ആൾക്കാരോട് അവരെന്ത് പറയും?
അറിയുന്ന ഭാഷ മലയാളം അറിയും, മലയാളം സംസാരിക്കും, അവർ തമ്മിൽ എന്ത് ചെയ്യും, ഈ ഭാഷ സംസാരിക്കും. അങ്ങനെയൊക്കെ അതും അവരുടെ കൾച്ചർ, അതും ഒരു നമ്മുടെ സെല്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ്, കൾച്ചറിനും ആയിട്ട് ബന്ധപ്പെട്ട സംഭവമാണ്. Then products etc. Okay, work patterns, technology, customs, tradition, music, art, ഇതെല്ലാം കൾച്ചറിൽ ഉൾപ്പെടുന്നു. ഓക്കെ, the aspects of the society such in religion, knowledge. മിസ് പറയുന്നത് പോയിന്റ് ആക്കി എഴുതണം എന്ന് മിസ് എപ്പോഴും പറയാറുണ്ട്. പോയിന്റ് വൈസ് എഴുതിയാലേ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കൾച്ചർ, റിലീജിയൻ, നോളജ്. കൾച്ചറിന്റെ താഴെ എങ്ങനെയാണ് കണക്റ്റഡ് ആയത്, ദ സ്റ്റഡി ഓഫ് കൾച്ചർ വിൽ ആസ്പെക്ട്സ് ഓഫ് സൊസൈറ്റി സച്ച് ആസ് റിലീജിയൻ. റിലീജിയൻ മുതലാണ് തുടങ്ങുന്നത്. ഒരു കൾച്ചർ തുടങ്ങുന്നത് എന്ത് റിലേറ്റഡ് ആണ്, റിലീജിയൻ റിലേറ്റഡ് ആയിട്ടാണ്. കാരണം അത് ഏതാണ് മതം, ഹിന്ദു മതം, ഇസ്ലാം മതം, ക്രിസ്ത്യൻ മതം നമ്മുടെ ഇന്ത്യയിലുള്ളതാണ്. പിന്നെ സിഖ് പാർസി ഒക്കെ ഉണ്ടെങ്കിലും ഈ ഏറ്റവും കൂടുതലുള്ളത് ഹിന്ദു ആൻഡ് മുസ്ലിംസ്, ഇസ്ലാം, അതൊക്കെ ആൻഡ് ക്രിസ്ത്യാനിറ്റി ഒക്കെ നമുക്ക് പറയാൻ പറ്റുക. അത് എങ്ങനെയാണ് സമൂഹത്തിലേക്ക് പെട്ടെന്ന് പറയുമ്പോൾ അത് ആ ഒരു കാറ്റഗറി. എക്സാമ്പിൾ ഹിന്ദു, അതൊരു കൾച്ചർ വേറെ തന്നെയാണ്. മുസ്ലിം, അവരുടെ കൾച്ചർ വേറെ തന്നെയാണ്. ക്രിസ്ത്യൻസിന്റെ കൾച്ചർ വേറെ തന്നെ. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് റിലീജിയനിൽ നിന്നാണ്. പിന്നെയാണ് എന്ത് വരുന്നത്, ഭാഷ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് നോളജ്. ഓരോരുത്തർക്ക് വ്യത്യസ്ത അറിവുകളാണ്. ദെൻ ലോസ്, നിയമങ്ങൾ. ദെൻ കസ്റ്റംസ്, ആചാരങ്ങൾ. ട്രഡീഷൻസ്, ആചാരാനുഷ്ഠാനങ്ങൾ എന്നൊക്കെ പറയും. ദെൻ മ്യൂസിക്, അവിടെ മ്യൂസിക്. ആർട്ട്, ടെക്നോളജി, വർക്ക് പാറ്റേൺസ്, അല്ലെ, ആർട്ട്, ടെക്നോളജി. നേരത്തെ മിസ് പറഞ്ഞു ആർട്ട് മീൻസ് കലാ കായികമായ ഒരു അറിവുകൾ. മ്യൂസിക്, അവരെ പാട്ടൊക്കെ വേറെ തന്നെ ആയിരിക്കും. നെക്സ്റ്റ് എന്താണ്, മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഹിന്ദു, അല്ലെ, നമ്മുടെ ഗീതങ്ങൾ, പ്രാർത്ഥനാ ഗീതങ്ങളും, ഇസ്ലാമിന്റെ പ്രാർത്ഥനാ ഗീതങ്ങളും, ക്രിസ്ത്യാനിന്റെ പ്രാർത്ഥനാ ഗീതങ്ങളും എടുത്തു നോക്കിയാൽ തന്നെ കൾച്ചറിലില്ല മ്യൂസിക് എങ്ങനെ റിലേറ്റഡ് ആയിട്ട് ഇവർക്ക് ഡിഫറൻസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. 3 മ്യൂസിക് 3 തരത്തിലാണ്, അല്ലെ. പാട്ടൊക്കെ എല്ലാവരും ഒരേപോലെ ഇഷ്ടം പോലെ പാട്ടുകൾ, സിനിമാ പാട്ടൊക്കെ പാടും, അതല്ല മിസ് ഉദ്ദേശിച്ചത്. അവർക്കൊരു കൾച്ചറിനോട് അനുബന്ധിച്ചുള്ള ഗീതങ്ങൾ, പ്രാർത്ഥനാ ഗീതം കേട്ടാൽ അത് ഇന്ന കാറ്റഗറിയുള്ള പാട്ടാണെന്ന് മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ്, എ കൈൻഡ് ഓഫ് പ്രൊഡക്ട്സ് ഓഫ് അഡ്വർടൈസിംഗ് അപ്പീൽസ് ദാറ്റ് ക്യാൻ വർക്ക് എഫക്റ്റീവ്ലി ഇൻ സൊസൈറ്റി ഡിപ്പെൻഡ് ലാർജ്ലി ഇൻ ഇറ്റ്സ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, ആൻ അമേരിക്കൻ സൊസൈറ്റി, ഇൻഡിവിജ്വലിസം, ഫ്രീഡം, അച്ചീവ്മെന്റ്, സക്സസ്, മെറ്റീരിയൽ കംഫർട്ട്, ഇതെല്ലാം ഒരു അമേരിക്കൻ ഫാമിലിയെ പറ്റിയാണ് പറയുന്നത്. Then efficiency and particularly are values which are followed and embodied by the younger children. Okay, നമ്മളെ യങ്ങർ ചിൽഡ്രൻ ആയിട്ടുള്ള ആളുകൾ, അവർക്ക് ഡിപ്പെൻഡന്റ് ലാർജ്ലി കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്. അമേരിക്കൻ സൊസൈറ്റിയിൽ എന്തൊക്കെയാണ് അവർ റിലേറ്റഡ് ആയിട്ട് പറയുന്നത്, ഇൻഡിവിജ്വലിസം, ഫ്രീഡം, അമേരിക്കയിലെ സ്വാതന്ത്ര്യം. നെക്സ്റ്റ്, അച്ചീവ്മെന്റ്, സക്സസ്, മെറ്റീരിയൽ കംഫർട്ട്, എഫിഷ്യൻസി ആൻഡ് പ്രാക്ടിക്കലി ആർ വാല്യൂസ് വിച്ച് ആർ ഫോളോഡ് ബൈ യങ്ങർ ചിൽഡ്രൻ. അമേരിക്കയിൽ താമസിക്കുന്ന ഒരു ഫാമിലി ആണെങ്കിൽ യങ്ങർ ചിൽഡ്രൻ തൊട്ട് സംസ്കാരം അവരേക്ക്. അതേപോലെ എന്തിനേറെ അമേരിക്ക എക്സാമ്പിളായി പറയുമ്പോൾ നമ്മുടെ ഇന്ത്യ, നമ്മുടെ അല്ലെങ്കിൽ പോട്ടെ നമ്മുടെ സ്റ്റേറ്റ്, നമ്മുടെ സംസ്ഥാനമായ കേരളത്തിലുള്ള സംസ്കാരം കുട്ടികളിലേക്കല്ലേ പെട്ടെന്ന് മാറുക. ജനിക്കുന്ന കുട്ടി ഏത് മതത്തിലാണ്, എന്താണ് റിലീജിയൻ, ആ റിലീജിയനല്ല കുട്ടി വളരുന്നുള്ളൂ. അപ്പൊ ആ കുട്ടി ആർജിച്ചെടുക്കുന്ന സംസ്കാരം വേറെ തന്നെ ആയിരിക്കും. ഓക്കെ, ദെൻ പ്രൊഡക്റ്റ് ആൻഡ് സർവീസിലേക്ക് വരുമ്പോൾ, പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് വിച്ച് ഫുൾഫിൽ ദീസ് വാല്യൂസ് ഓഫ് മോസ്റ്റ് സക്സസ്ഫുള്ളി മാർക്കറ്റ് ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ അമേരിക്ക. അമേരിക്കയിൽ കൾച്ചർ മാർക്കറ്റിങ്ങിന്റെ ഒരു ഭാഗമാണ്. ആൻഡ് ഇത് ഇന്ത്യൻ സൊസൈറ്റി, പക്ഷെ ഇന്ത്യയിൽ എങ്ങനെയാണ്, ഇന്ത്യൻ സൊസൈറ്റി ഓൺ ദ conformity, spiritualism, respect for the elderly, traditionalism in education are some of the dominant cultural values. അത് നമുക്ക് ഇത് പഠിക്കുമ്പോൾ തന്നെ ഒരു അഭിമാനം തോന്നുന്നുണ്ട്, അല്ലേ? ഇതൊക്കെ വായിച്ചപ്പോൾ അമേരിക്കയിൽ എന്തില്ല, എൽഡേഴ്സിനെ റെസ്പെക്ട് ചെയ്യുക, പിന്നെ ട്രഡീഷണലിസം ആൻഡ് സ്പിരിച്വലിസം, ഇങ്ങനത്തെ ഉള്ള പ്രത്യേകതകളൊന്നും അമേരിക്കൻ എന്തിനില്ല, കൾച്ചറിനില്ല. അമേരിക്കൻ കൾച്ചറിനില്ല. എന്താണ് കാരണം? അവിടുത്തെ കൾച്ചർ അങ്ങനെയാണ്. നമ്മളിപ്പോൾ എന്നും നമ്മൾ ഇന്ത്യയിലുള്ള കേരളത്തിൽ നമ്മുടെ സംസ്കാരം എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്നും രാവിലെ കുളിക്കും, നമ്മൾ അത്യാവശ്യം വൃത്തിയുള്ള ആൾക്കാരാണെന്നാണ് പറയുന്നത്. ഓക്കെ, പക്ഷെ അമേരിക്കയിലുള്ള ആൾക്കാർ എന്നൊന്നും കുളിക്കൂല. മിസ്സിന് അറിയില്ല, അമേരിക്ക മിസ് പോയിട്ടില്ല. പക്ഷെ പൊതുവെ കേട്ടറി വെച്ചിട്ട് എന്താണ്, അവരെ ഹെയറൊക്കെ അധികം വൈറ്റ് കളറായിരിക്കും. എന്താണ് അവരുടെ ആ ഒരു ക്ലൈമറ്റ് കണ്ടീഷനിൽ. പിന്നെ അവർ ഡ്രസ്സൊക്കെ ധരിക്കുമ്പോൾ കുറച്ചും കൂടി നമ്മളെപ്പോലെ സാരി ഫുള്ള് പുതച്ച് മൂടി നടക്കുന്ന ആൾക്കാരല്ല. അത് അവരുടെ കൾച്ചറാണ്. അതുകൊണ്ട് അത് അവിടെ ജീവിക്കുമ്പോൾ ആർക്കും അതൊരു തെറ്റായി തോന്നുന്നില്ല. ഇവിടെ നമ്മൾ അങ്ങനെ ജസ്റ്റ് ഒരു ട്രൗസറും ഒരു സാധാ ഒരു ടീച്ചർ
ഇപ്പോൾ ഒരു അധ്യാപികയെ ഞാൻ തന്നെ വെറും ട്രൗസറും ചെറിയൊരു സ്മോൾ, അതായത് എല്ലാം അങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഡ്രസ്സിങ് വരുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടാവും. അതൊരുത്തർ കൾച്ചറാണ്. അമേരിക്കയിൽ പക്ഷെ അത് പ്രശ്നമില്ല. അവരുടെ കൾച്ചർ അതാണ്, അവരുടെ ഡ്രസ്സിങ് പാറ്റേൺ, അവർ ജീവിക്കുന്ന ജീവിത രീതി, അവർ രാവിലെ മുതൽ വൈകിട്ട് വരെ അതങ്ങനെയാണ് അവരുടെ കൾച്ചർ. അപ്പോൾ കൾച്ചർ അതേപോലെ ഇന്ത്യൻ സംസ്കാരം, രണ്ട് കൾച്ചറും തമ്മിൽ വ്യത്യാസമുണ്ട്. അതും റിലേറ്റഡ് ആണ്. റീറ്റെയിലിംഗ് അതെങ്ങനെയാണ് മിസ് വായിച്ചത്? സ്പിരിച്വൽ റെസ്പെക്റ്റിംഗ് ഫോർ എൽഡർലി അല്ലെ, മൂത്തവരെ ബഹുമാനിക്കുന്ന നമ്മുടെ കൾച്ചറിലാണുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.